കാതിലെ മണി പോയ കുട്ടിയിടത്തിനെ കാണാൻ ചന്തണ്ടാവോ ബാസുവോ? പോവും. ഞാൻ സൂത്രം കാണിച്ചു തരാം. നീ പോയി ആ കറിക്കത്തി എടുത്തുകൊണ്ടാ. ഞാൻ കറിക്കത്തി കൊണ്ടുവന്നു. കുട്ടിയിടത്തി ഓവുതിണ്ടിൽ ഉരച്ച് കത്തി മൂർച്ച കൂട്ടി. മൂലയിൽ വെച്ചിരുന്ന കോളാമ്പി എടുത്ത് കട്ടിലിന് താഴെ വെച്ച് വാതിലടച്ചു. ആരോടും മിണ്ടല്ലേ. എന്ത്? എനിക്കൊന്നും മനസ്സിലായില്ല. കട്ടിലിൽ ചെരിഞ്ഞുകിടന്ന് കുട്ടിയിടത്തി പറഞ്ഞു, കോളാമ്പി ഇത്രയും കൂടി നീക്കിവെക്ക്. ഞാൻ അനുസരിച്ചു. അമ്പരപ്പോടെ ഞാൻ നോക്കി നിൽക്കുമ്പോൾ കുട്ടിയിടത്തി കറിക്കത്തി ചെവിയിലേക്ക് കൊണ്ടുപോകുന്നു. എൻ്റെ ശരീരം വിറച്ചു. ഞാൻ കണ്ണുപൊത്തി. അമ്മേ! കുട്ടിയിടത്തിയുടെ ശബ്ദം കേട്ട് കണ്ണു തുറന്നപ്പോൾ ചെവിയിൽ നിന്ന് ചോര ഇറ്റു വീഴുന്നു. ചോര കണ്ട് അമ്പരന്ന് ഞാൻ വിളിച്ചു, അയ്യോ അമ്മേ, ഓടിവരേ! തലയിണയിൽ പിടയുന്ന തല അമർത്തിവെച്ച് കിടക്കുന്നതിനിടയിൽ കുട്ടിയിടത്തി അരിശത്തോടെ എന്നെ നോക്കി. അമ്മയും വല്യമ്മയും ജാനുവടത്തിയും ഓടി വന്നു. കുട്ടിയിടത്തി തലപൊക്കാതെ കിടക്കുകയാണ്. നിലത്തും കോളാമ്പിയിലും കട്ടിലിലും ചോരയാണ്, ചോര. വല്യമ്മ ആവർത്തിച്ചു പറഞ്ഞു, കുരുത്തം കെട്ടോളേ, കുരുത്തം കെട്ടോളേ. അമ്മ പ്രാർത്ഥിക്കുകയാണ്, ഗുരുവായൂരപ്പാ. അമ്മ തുണി നനച്ച് ചെവിയിൽ അമർത്തിവെച്ചു. വല്യമ്മ മണ്ണാൻ നാണുവിൻ്റെ അടുക്കലേക്ക് കറുപ്പനെ ഓടിച്ചു മുറിമരുന്നിന്. 7-8 ദിവസം വേണ്ടി വന്നു മുറി ഉണങ്ങാൻ. മരുന്നടർത്തി കഴുകുമ്പോഴാണ് ഞാൻ കണ്ടത്, മണി പോയിട്ടില്ല, അറ്റ് തൂങ്ങി നിൽക്കുകയാണ്. കുട്ടിയിടത്തി കണ്ണാടി എടുത്തു നോക്കി. ഒന്നേ നോക്കിയുള്ളൂ. അടുത്ത നിമിഷം കണ്ണാടി ഒരു മൂലയിൽ വീണ് തകർന്നു. മടം പിടിച്ചുകൊണ്ട് അവർ ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ കണ്ടു, അവരുടെ കവിളിൽ കണ്ണീരൊഴുകുന്നു. കുട്ടിയിടത്തി ആരോടും മിണ്ടാതായി. എന്നോടുകൂടി അധികം സംസാരിക്കില്ല. ഉച്ചയ്ക്ക് പുറത്തിറങ്ങുമ്പോൾ എന്നെ വിളിക്കില്ല. ഞാൻ കൂടെ പുറപ്പെട്ടാൽ പറയും, നീ പോരണ്ട. എതിർക്കാൻ എനിക്ക് ധൈര്യമില്ല. ഒരു ദിവസം മേലെ കളമുറ്റത്തെ മാവിൻ്റെ ചുവട്ടിൽ മാങ്ങ വീണിട്ടുണ്ടോ എന്ന് നോക്കി ഞാൻ തിരിച്ചു പോരുകയായിരുന്നു. നട്ടുച്ച. ഇടവഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ പാമ്പിൻകാവിൻ്റെ അപ്പുറത്ത് നിന്ന് കുട്ടിയിടത്തിയുടെ ചിരി കേൾക്കുന്നു. നോക്കിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. കുട്ടിയിടത്തിയുണ്ട് അപ്പുണ്ണിയുമായി സംസാരിക്കുന്നു. വടക്കേ വീട്ടുകാരുടെ മേൽപ്പുറത്തുള്ള ചെറിയ വീട്ടിലെ തള്ളയുടെ മകനാണ് അപ്പുണ്ണി. എനിക്കവനെ കണ്ടൂടാ. മുഖത്ത് നോക്കാൻ വയ്യ. ഒരു കണ്ണ് ചത്ത മീൻ പൊന്തിയ പോലെയാണ്. അവൻ കൽപ്പണിക്കാരനാണ്. മണ്ണിൻ്റെ നിറമുള്ള മുണ്ട് ഉടുത്തുകൊണ്ടേ അവനെ കണ്ടിട്ടുള്ളൂ. ഞാൻ അടുത്തെത്തിയപ്പോൾ അപ്പുണ്ണി ധൃതിയിൽ ഇടവഴിയിലേക്ക് ഇറങ്ങി നടന്നു. കുട്ടിയിടത്തി അരിശത്തോടെ ചോദിച്ചു, നീ എന്തിനാ അങ്ങോട്ട് പോന്ന്? കുട്ടിയിടത്തി എന്തിനേ പോന്ന്? നിന്റെ തന്തയുടെ പിണ്ണം വയ്ക്കാൻ. അപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. എന്നോട് വേണ്ടാത്തത് പറഞ്ഞില്ലേ? കുട്ടിയിടത്തിക്ക് അത് മനസ്സിലായി. കരയണ്ട,